ഞാൻ ഊളംപാറ എന്നുള്ള മെന്റൽ ഹോസ്പിറ്റലിൽ 16 കൊല്ലം പണിയെടുത്തിട്ടുണ്ട്. ശമ്പളത്തിനല്ല, 16 കൊല്ലം. അവിടെ നിങ്ങൾ വിചാരിക്കും അവിടെ എന്താണ് സാറേ അവിടെ ഉള്ളത്? അവിടെ 1500 പേരുണ്ടായിരുന്നു. ഞാൻ പോകുന്ന കാലത്ത് 1986 1500 പേരുണ്ടായിരുന്നു. അവർക്ക് ആകെ നഷ്ടപ്പെട്ടത് സ്വത്ത് നഷ്ടപ്പെട്ടില്ല, തലയെ മുടിയും നഷ്ടപ്പെട്ടില്ല, അതൊക്കെ അവർക്ക് ഉണ്ടായിരുന്നു. അന്ന് ഞാൻ കഷണ്ടിയായിരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ അറിയുന്നത് അവർക്ക് എന്താ നഷ്ടപ്പെട്ടതെന്ന്. അവർക്ക് നഷ്ടപ്പെട്ടത് എന്താന്ന് ഇങ്ങനെ കാണുമ്പോൾ അറിയത്തില്ല. അവർക്ക് നഷ്ടപ്പെട്ടത് അവരുടെ മനസ്സായിരുന്നു. മനസ്സെന്നുള്ള സാധനം നഷ്ടപ്പെട്ടാൽ ഈ ലോകത്ത് അത്ര മനുഷ്യന്മാർ വട്ടപൂജ്യമാണ്. അടുത്ത മോമെന്റ് വട്ടപൂജ്യം. അത് ഇനി എത്ര വലിയ രാജാവായിരുന്നാലും പൈസ നഷ്ടപ്പെട്ട ഒന്നുമില്ല. മനസ്സ് എന്നുള്ള സാധനം അത്രയും പവർഫുള്ളാണ്. മാബെരും ശക്തി എന്നാണ് തമിഴ് പറയുന്നത്. തമിഴിൽ പറയുന്ന മാബെരും ശക്തി. തമിഴ് 8000 കൊല്ലം പഴക്കമുള്ള ഭാഷയിൽ പറയാണ് മനമേ മാബെരും ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്കിന് പിന്നെ വേറെ അർത്ഥമൊന്നുമില്ല. അത് തന്നെയാണ് അർത്ഥം. ശക്തിയാണ്, അതിന് ബുദ്ധിയില്ല. ഇത്രയും വലിയ ശക്തിയെ നിങ്ങൾ എങ്ങനെയാണ് നിയന്ത്രിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾ അറിയണം. ഇത്ര കാലം നമുക്ക് നമ്മുടെ ആ ശക്തി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു പോലും നമ്മൾ അറിഞ്ഞിട്ടില്ല. ഞാൻ ഈ ശക്തിയായിട്ട് തിയേറ്ററിൽ പോയിരുന്നു. എൻ്റെ അടുത്ത് 10 വാക്ക് കാല് പറയാൻ പറയും. 10 വാക്ക് ഹിന്ദിയിൽ. തമിഴ്നാട്ടിൽ പഠിച്ചുകൊണ്ട് ഞാൻ തമിഴ്നാട് മിലിറ്ററി സ്കൂളിൽ പഠിച്ചത്. അവിടെ ഹിന്ദി ഉണ്ടായിരുന്നു. മറ്റേ സ്കൂളൊന്നും ഹിന്ദി ഇല്ല. അവിടെ ഹിന്ദി ഒഴികെയെന്ന് പറഞ്ഞു. ഹിന്ദി വേണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ ഗവൺമെൻറ് പറഞ്ഞപ്പോൾ എല്ലാം നടത്തിയില്ല. ഞാൻ മിലിറ്ററി സ്കൂളിൽ പഠിച്ചുകൊണ്ട് ചെറിയ ഹിന്ദി പഠിപ്പിച്ചെന്നു. 10 കാ പറയാൻ പറയും. എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ടീച്ചർ എഴുതി തന്നിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ നേരെ ടീച്ചർ വരും. എനിക്ക് പറയാൻ പറ്റില്ല എന്നറിയാം. അതുകൊണ്ട് എന്നെ തന്നെ വിളിക്കും. അപ്പോൾ ഞാൻ പോയി നിന്നിട്ട് 10 കാ പറയണം. ആദ്യം അദ്ദേഹത്തിന് മോൻ നോക്കിയിട്ട് പറയും കുത്ത എന്ന് പറയും. കാരണം ഒരു സന്തോഷമല്ലേ, കാരണം എന്നെ നാണം കെടുത്താൻ വിളിച്ചിരിക്കുകയല്ലേ. അപ്പോൾ കുത്ത എന്ന് പറയും. അത് കഴിഞ്ഞ കുർസി അവിടെ തന്നെ ഉണ്ട്. പിന്നെ കിതാബ് അത് ടേബിളിലുണ്ടാവും. പിന്നെ കലം, മറ്റേ കലമല്ല, ഈ പേന കലം. 4 എണ്ണം പറയും. 5ാമത്തെ എനിക്ക് പറയാൻ പറ്റത്തില്ല. എനിക്ക് പഠിച്ചു അങ്ങനെ അവിടെ ഭയമുള്ളതുകൊണ്ട് വരത്തില്ല. അപ്പോൾ എന്നെ പുറത്തു പോകാൻ പറയും. ഞാൻ വളരെ ഹാപ്പി, കാരണം ഇരുന്നിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ നമ്മൾ ഞാനിങ്ങനെ ക്ലാസ് കൊണ്ട് പുറത്തു പോകും. ഇങ്ങനെയായിരുന്നു എൻ്റെ ഹിന്ദി. ഈ ഹിന്ദി പറയുന്നതിന് എന്നെ ഒരു ദിവസം കോയമ്പത്തൂർ കൊണ്ടുപോയി ഒരു സിനിമ കാണിച്ചു തന്നു. അടിപൊളി സിനിമയാണ്, ബോബി. ആരെങ്കിലും കണ്ടിട്ട്? സാറ് കണ്ടതാണ്. ചിരി കാണുമ്പോൾ അറിയാം ഇഷ്ടപ്പെട്ടെന്ന്. ഭയങ്കര റൊമാൻറ്റിക് മൂവിയാണ്. നല്ല സിനിമയാണ്. ഡിംപിൾ കപ്പാഡിയ, പിന്നെ ഋഷി കപൂർ ഒക്കെ ഉള്ള ആ സിനിമ അവരുടെ ഫസ്റ്റ് മൂവിയാണ്. ആ മൂവി കാണാൻ കൊണ്ട് ഞങ്ങളെല്ലാം ഹാപ്പി ആയിട്ടാണ് പോയത്. ഹാപ്പി ആയിട്ട് സിനിമ എന്ന് പറഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ. ചാടി അവിടെ പോയിരുന്നു. അവിടെ ദോശയൊക്കെ വാങ്ങിച്ചു തന്നു. കാരണം മെസ്സിൽ നിന്ന് ഒരു ദിവസം രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഇല്ലെങ്കിൽ എന്നും ഹോസ്റ്റൽ ഫുഡാണ്. കോയമ്പത്തൂർ വേണ്ടി ഫുഡ് വാങ്ങിച്ചു തന്നു. അതന്നെ ഭയങ്കര ഹാപ്പിയാണ്. അത് കഴിഞ്ഞ് തിയേറ്ററും കൂടെ കണ്ട് സിനിമ ഇങ്ങനെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇരുന്ന് തിരിച്ചു വന്നു. അന്ന് വൈകിട്ട് തിരിച്ചു വന്നപ്പോൾ എല്ലാവരും കുളിക്കണം. മിലിറ്ററി സ്കൂളാണ്, കമ്പൽസറിയാണ്. അപ്പോൾ കുളിക്കാൻ കയറിയപ്പോൾ ചിലവരെ തലയിൽ വെള്ളം വീഴുമ്പോൾ ചിലവർ പാടാൻ തുടങ്ങും. ഇവിടെ തലയിൽ വെള്ളം കയറിയ തല വീഴുമ്പോൾ പാടുന്നവരൊന്ന് കൈ പൊക്കണം. അതെ, ഞാനൊക്കെ ആ ഗ്രൂപ്പിലാണ്. കാരണം പാടണമെങ്കിൽ തലയിൽ വെള്ളം വീണാൽ മതി. അപ്പോൾ എന്നിട്ട് പാട്ട് വരും. അപ്പോൾ ഞാൻ കയറി പാടാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങളെല്ലാം ടബ് ഇട്ടിട്ട് എല്ലാം ആണുങ്ങൾ മാത്രമല്ലോ. അപ്പോൾ എല്ലാവരും കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും നിർത്തി എന്നെ ഇങ്ങനെ നോക്കുകയാണ്. ഞാൻ ആ പാട്ട് പാടിക്കൊണ്ടിരിക്കുക. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പാട്ട്. യുവമാർ നിർത്തിയപ്പോൾ ഞാൻ നോക്കി, എന്താടാന്ന്? നീ ആ പാട്ട് മൊത്തം പാടിയിടാന്ന് പറഞ്ഞു. എനിക്കറിയില്ലായിരുന്നു. അടുത്ത ദിവസം ഇവർ നേരെ എൻ്റെ ടീച്ചറെ അടുത്ത് പോയി. സീതാരാമൻ അയാളുടെ പേര്. പോയിട്ട് പറഞ്ഞു, സാറേ നമ്മുടെ പൊട്ടനുണ്ടല്ലോ എന്ന്. അറിയാം എന്നെ, കാരണം 10 കാ പറയാൻ അറിയാത്തൊരു പൊട്ടന്. സാറേ അവൻ ആ പാട്ട് മൊത്തം പാടി സാറേ എന്ന് പറഞ്ഞു. ഇനി ഇയാൾക്ക് ഈ പാട്ട്, അയാൾ കൊച്ചു പയ്യനാണ്, 26 വയസ്സേ ഉള്ളൂ. കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല. കുറച്ച് റൊമാൻറ്റിക്കാണ്. ആ കല്യാണം കഴിയാത്ത അവന് ഞങ്ങളെക്കാട്ടിലും അഫക്റ്റ് ചെയ്ത്. അന്ന് എനിക്കൊക്കെ 15 വയസ്സ് 16 വയസ്സേ ഉള്ളൂ. അയാൾക്ക് 26 വയസ്സാണ്. ഇയാൾക്ക് ഇനി ഈ പാട്ട് കേൾക്കണമെങ്കിൽ കോയമ്പത്തൂർ പോകണം. കാരണം വാക്ക്മാൻ ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഇയാൾ നേരെ എൻ്റെ അടുത്ത് വണങ്ങി വന്ന് അടുത്ത ദിവസം ക്ലാസ്സിൽ വന്ന് വാ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു 10 കാ പറയാനാണ്. എന്നിട്ട് ഞാൻ അങ്ങോട്ട് പോയപ്പോൾ 10 കാ ഒന്നും പറയണ്ട, നീ ആ പാട്ട് പാടിയാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പാട്ട് പാടി. ആ പാട്ട് ഇങ്ങനെയായിരുന്നു. ഷായർ തോ നഹീ മഗർ യേ ഹസീ जब से देखा मैंने तुझको मुझको शायरी आ गई. അടിപൊളി പാട്ടാണ്. എൻ്റെ ഹിന്ദി അവിടെയൊക്കെ തെറ്റി. അത്രയും പ്രശ്നമൊന്നുമില്ല. കാരണം അയാൾക്ക് അത്രയൊന്നും ഹിന്ദി അറിഞ്ഞുകൂടാ. അയാൾക്ക് അത്രയും ഹിന്ദി ഒന്നും അറിഞ്ഞുകൂടാ. എന്നാലും അയാൾ നെട്ടി. അയാൾക്ക് അറിയാത്തൊരു കാര്യം, ഞാൻ തിയേറ്ററിൽ പോയത് പഠിക്കാനല്ല. അതുകൊണ്ട് അവിടുത്തെ കാര്യം മൊത്തം പഠിച്ചു. സ്കൂളിൽ പോകുന്നത് എന്തിനാണ്? പഠിക്കാൻ. അതാണ് പറ്റാത്തത്.